കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമുക്ക് ദർശനം നൽകാൻ ഇരിക്കുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഏകാദശി മഹോത്സവമാണ്. ചെമ്പൈ വൈദ്യനാഥരുടെ കീർത്തനാലാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മണ്ഡപത്തിന് മേൽപ്പത്തൂരൊക്കെ നല്ല തിരക്കാണ്. കുറച്ച് തിരക്ക് കുറവുണ്ടായിച്ചാലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ശനിയാഴ്ചയുടെ തിരക്ക് എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ കണ്ടു തൊഴാം. ആ ഗണപതി ക്ഷേത്രത്തിൽ വരുമ്പോൾ അധികം തിരക്കൊന്നുമില്ല, സുഖമായിട്ട് കാണാം. ആ വലിയ കറുകമാലയും അതേപോലെ നെറുകിലൊരു നല്ല താമരപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അത്തിമര ഗണപതിക്ക് കേട്ടോ. അവിടെയും നല്ല രസമുണ്ട് കാണാൻ, നിറച്ച് പൂക്കളുണ്ടേ. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് എത്തൊക്കെ ഇട്ട് മുട്ടൊക്കെ ഇറത്താം. അതൊക്കെ കഴിഞ്ഞിങ്ങനെ വരാം. അങ്ങനെ വന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മുട്ടൊക്കെ ഇറക്കണത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ അവിടെ നിന്നിപ്പോൾ രാധാകൃഷ്ണനാട്ടോ, അങ്ങനെ ഒരു വിഗ്രഹമാണ് അവിടെ അങ്ങനെ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ വലിയ ബലിക്കല്ല്, അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിനെയും ആ പീഠമൊക്കെ കണ്ട് തൊഴുത് കടാവിളക്കൊക്കെ കണ്ട് തൊഴാം. വലതുവശത്തെ തൂണ് നോക്കിയിട്ട്, ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത് തൂണ് നോക്കി ഒന്ന് മനസ്സിൽ സ്മരിച്ച് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ്, എന്നാലും കുറച്ചൊക്കെ നല്ല രസമുണ്ട് എന്നുള്ള മാതിരിയാണ്. കാലിങ്ങനെ പിണച്ച് വെച്ച് കാൽപാദങ്ങൾ കാണാണ്ട് പട്ടിങ്ങനെ ഞൊറിഞ്ഞെടുത്ത് അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചാർത്തി മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട് 2 കൈ കൊണ്ടും കൂടിയും പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. മുരളീധരനായിട്ടാണ് കേട്ടോ, വേണുഗോപാലനായിട്ടാണ് ഭഗവാന്റെ ശ്രീലകത്ത് ഇങ്ങനെ നമുക്ക് ദർശനം തരുന്നത്. വളരെ മനോഹരമായ കാഴ്ച. പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, ഗോപിക്കുറി തൊട്ടിട്ടുണ്ട്. അതേപോലെ 2 തിരുമുടിമാലകൾ, എന്താ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും. ആ തെച്ചിക്കാണെന്ന് കൂടുതൽ, ചുവപ്പിനാണ് കൂടുതൽ പ്രാധാന്യം. അങ്ങനെ കാണുന്നത് 2 എണ്ണം ഉണ്ട്. പിന്നെ അതേപോലെ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, അങ്ങനെ തെച്ചിക്കാണെന്ന് കൂടുതൽ, ചുവപ്പ് കളറാണെന്ന് കൂടുതൽ കാണാനുള്ളത്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. മുരളീധര സ്വരൂപത്തിലാണ്. അപ്പോൾ എല്ലാവരും മനസ്സ് തുറന്ന് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ്, ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സ് വിചാരിക്കുക. എന്നിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുതായിട്ട് നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കും. എല്ലാവർക്കും അവരവരുടെ കാര്യസാധ്യത്തിനൊക്കെ വിചാരിച്ചതൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ തൊഴുതിറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ആലിലക്കണ്ണനെയും പിന്നെ ഗ്രില്ലിന് കഴിഞ്ഞ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വരിക. അവിടെ നിന്ന് അധികം തിരക്കില്ല കേട്ടോ. അങ്ങനെ വന്ന് നോക്കിയാൽ ഗണേശനുള്ളത് എന്താ വെച്ചാൽ, ഗണേശൻ്റെ അലങ്കാരം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മുഴുവനായിട്ട് കളഭ ചാർത്തൊന്നുമില്ല. കണ്ണ് പിരിയൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുള്ള കുറച്ച് കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുള്ളത്. പിന്നെ അതേപോലെ നല്ല പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, മാല ചാർത്തിയിട്ടുണ്ട്, സ്വർണ്ണ മാല, പിന്നെ മഞ്ഞ പട്ട് ചോർത്തിയിട്ടുണ്ട്, പിന്നെ ധാരാളം പൂക്കളുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അതിൻ്റെ മുകളിൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ള മാല ഉണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നിപ്പോൾ മേൽശാന്തിന് അവിടെ ഇരിക്കുന്നത്
പൊട്ടക്കുഴി രഞ്ജ്യോതിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ കളഭാലങ്കാര അദ്ദേഹമായിരുന്നു. അത് കഴിഞ്ഞ് വാമനമൂർത്തിനെയും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് മാലകളേ ഉള്ളൂ. ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലുള്ള നരസിംഹരൂപിയെ കാണാം, അതൊന്ന് കണ്ട് തൊഴുക. പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ട് കണ്ണൻ്റെ അടുത്ത് വരിക. അപ്പോൾ കണ്ണൻ്റെ അടുത്തൊരു തുളസിമാല ഉണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്ത് വന്ന കുറച്ച് അലങ്കാരമുണ്ട്. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് ഒരു അലങ്കാരവും ഇല്ല കേട്ടോ. എപ്പോഴോ ചാർത്തിയ കുറച്ച് കുങ്കുമം, അതിങ്ങനെ തൊട്ടെടുക്കാൻ കിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ വളരെ വിശാലമായിട്ട് കാണാം, അത് കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറിയൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരാം പുറത്തേക്ക്. അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന്. പിന്നീട് ഭഗവതിയുടെ അടുത്തേക്ക് ഇടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അവിടെ അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവതിക്ക് ഗോളകയാണ് ചാർത്തിയിട്ടുള്ളത്. ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. മുകളിലും ചുവന്ന പട്ടാണ്. ഗോളക എന്ന് പറഞ്ഞാൽ കിരീടത്തോട് കൂടിയതാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക, മമ്മിയൂർക്ക് പോയിരുന്ന പോലെ. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയോ. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വന്ന് അവിടുന്ന് തൊഴുക. ഭഗവാന്റെ ആ മുരളീധര സ്വരൂപത്തെ ഒന്നുകൂടി കണ്ട് തൊഴാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും അങ്ങനെ വരിക. അത് കഴിഞ്ഞ് കൂത്താമ്പലത്തിൽ വരിക. അപ്പോൾ ആ കെടാവിളക്ക് ഇങ്ങനെ കാണാം, അതൊന്ന് കണ്ട് തൊഴുത് പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തൊന്നും തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെയും അന്ന് സ്വാമിമാരെ ഒന്നും തിരക്കേ ഇല്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചെന്നാൽ അതേപോലെ അലങ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചന്ദന ചാർത്തൊന്നുമില്ല തന്നെ. നന്നായിട്ടുള്ള ഒരു കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സ്വർണ്ണ കളറുള്ള ഗോൾഡൻ കളറുള്ള പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. ഇന്ന് വേറെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ വലത്തെ കയ്യിൽ അടിയിൽ ഒരു ചക്രം അങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അത് മാത്രം അന്നത്തെ ശരിക്കും ചന്ദനത്തിൻ്റെ അലങ്കാരം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ചക്രമായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. സുദർശന ചക്രമാണോ അതോ ഇനി എന്താണെന്നറിയില്ല. അയ്യപ്പ ചക്രമാവാം ചിലപ്പോൾ. നടുക്ക് എന്താ വെച്ചാൽ സ്വർണത്തിൻ്റെ ഒരു ചുവന്ന പൊട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ കാണാനുള്ളത്. വളരെ നല്ലൊരു കാഴ്ച. ആ കളഭത്തിൻ്റെ ചക്രം മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ഒന്ന് വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ അത് കയ്യിലിങ്ങനെ ആ ചക്രം 4 ദിശകളിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുള്ള അതിൻ്റെ അടിയിൽ ചുവന്ന കളറിൽ ആ സ്വർണ്ണ പൊട്ട് വെച്ച ചക്രമാണ്. അതാണ് ഇപ്പോൾ ഒരു വേറിട്ട കാഴ്ചയുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് വന്നിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടിട്ട് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. കാളിയമർദ്ദന രൂപിയെ കാണാൻ നടുക്ക്, അതൊന്ന് കണ്ട് അതേപോലെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത്
ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയാൽ കാണാം ധാരാളം വിളക്കുകളും നമ്മുടെ മുരളീധരനെയൊക്കെ കണ്ട് തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവിനെയും മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ അനുഗ്രഹം കിട്ടും. നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇന്നിപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ലൈവിൽ വരാം. കാരണം എന്താ വെച്ചാൽ കുറേ കാലമായില്ലേ. അപ്പോൾ ഗുരുവായൂരും പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് ഏകാശി സമയത്ത് എത്താൻ കഴിയാത്ത ആളുകൾക്കായിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം അതുപോലെ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷം അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കനിയട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.